നമ്മുടെ ട്രാഫിക് റൈഡിങ് നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, സ്വിഫ്റ്റ് മാറി തന്നു. നമുക്ക് നല്ല നൈസായിട്ട് ലെഫ്റ്റ് എടുക്കാം. സോറി, ഈ ഗ്യാപ്പിൽ കൂടെ പിടിച്ച് ഇങ്ങോട്ട് കയറാം. താങ്ക് യു. ഓ, ഈ വണ്ടി നോക്കിയ ഷെറ്റ് ഇടിച്ച് പൊളിച്ചിരിക്കുന്നു. വേണം പിടിച്ചു. ടു ലൈറ്റ് ചേഞ്ച്. ഓ, ബാക്കിൽ മറ്റേ ലോറി. എൻ്റെ അമ്മേ, എങ്ങോട്ടാണ് ഇയാൾ സ്പീഡിൽ വരുന്നത്? ഓക്കെ, അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കുഞ്ഞു എന്നത്തെ പോലെ ഒരു കുഞ്ഞു കമ്മ്യൂട്ടല്ല, ഒരു ചെറിയ റൈഡ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നേരെ ടൈറ്റിൽ കണ്ട് കാണും, നമ്മൾ ഷാർജ ട്രാഫിക്. അതും കറക്റ്റ് സമയത്ത് 4:30 സമയം. 4:30 ദുബായ് ടു ഷാർജ ട്രാഫിക് എന്നാണ് വിശ്വവിഖ്യാതമായ ദുബായ് ടു ഷാർജ ട്രാഫിക് ആണ്. ഓ, ഈ ക്യാമറ ഒരുപാട് താഴെയാണ്. വിശ്വവിഖ്യാതമായ ദുബായ് ടു ഷാർജ ട്രാഫിക്. അപ്പോൾ നമുക്ക് അത് പിടിച്ച് ഒരു പിടിക്കാം. ബേസിക്കലി ഒന്നുമില്ല, എനിക്ക് ഇവിടെ പോകണം, നമ്മുടെ മെർട്ടിവ് സിറ്റി സെൻറ്ററിൽ ഒന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇങ്ങോട്ടിട്ട് പോരും. പക്ഷേ ഒരു കുഞ്ഞു റൈഡ്. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് എന്തെല്ലാം കാഴ്ചകളുണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചോദിച്ച് പോകാം. നമ്മുടെ മുന്നിൽ കാണുന്നതാണ്, നിങ്ങൾക്കറിയാം വണ്ടി, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന വണ്ടിയാണ്. പക്ഷേ എൻ്റെ ഒരേ ഒരു ചോദ്യം ഇതേ ഉള്ളൂ, ആ ഗ്ലാസ്സിൽ കൂടെ അവൻ എങ്ങനെ ഓക്കെ ഗ്ലാസ് കംപ്ലീറ്റ്ലി കവേർഡല്ല. ഞാൻ പുറകിലുള്ള ഈ വിൻഷീൽഡ് എങ്ങനെ കാണുന്നുള്ളൂ പുറകിലോട്ട് അതിലൂടെ കണ്ണാടി കൂടെ. പക്ഷെ കാണാം, കൊള്ളാമല്ലേ. ഈ വണ്ടിയും അതുപോലെ ചാലഞ്ചറും, ഇത് രണ്ടുമായിരുന്നു എൻ്റെ മൈൻഡിലുള്ള 2 ഓപ്ഷൻ ഇപ്പോൾ ഈ ഇടായിട്ട്. അൾട്ടിമേറ്റിൽ നിന്നുള്ള വലിയൊരു ജമ്പായിരിക്കും അത്. അപ്പോൾ അതെ, ഇയാളെന്താ ഇങ്ങനെ പോകുന്നത്? ചിലവർ ഇതാണ്, ഏതെങ്കിലും ഒരു ലൈൻ അല്ല, അയാൾ ലൈന് ചേഞ്ച് ചെയ്യാനുള്ള. തെറ്റിൻ്റെ ഭാഗത്താണ്. പൊക്കോട്ടെ, കിയ പൊക്കോട്ടെ. ആൻഡ് ദെൻ വി ഗോ. സോ അപ്പോൾ നേരെ നമ്മൾ മെർഡിഫിലോട്ട് വെച്ച് പിടിക്കും. വെൽക്കം ബാക്ക് ടു അനദർ റൈഡ്. ഇന്ന് എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് തണുത്ത കാറ്റൊന്നും തോന്നുന്നില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. 4:30 വെറുതെ നമ്മൾ കംപ്ലൈൻറ്റ് പറയാൻ പാടില്ലല്ലോ. ലെറ്റ്സ് ഗോ. ഇന്ന് കംപ്ലീറ്റ്ലി നമ്മൾ ബോക്സ് എല്ലാം ഊരിയെടുത്തിട്ടുണ്ട് വണ്ടിയിൽ നിന്ന്. അപ്പോൾ ബോക്സുകളൊന്നുമില്ല, നേരെ ജസ്റ്റ് നമ്മളെ നെയ്ക്കഡ് വണ്ടി മാത്രമായിട്ട് പോകുന്നത്. അപ്പോൾ വെയിലുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ സ്ലിപ്പറി തോന്നാറ്. പക്ഷെ ഇപ്പോൾ ഇല്ല കേട്ടോ. അന്ന് എനിക്ക് തോന്നുന്നു, അന്ന് കുറേ വണ്ടി നിർത്തിയിട്ടതിൻ്റെ എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ കുറേ ഗ്യാപ്പ് കഴിഞ്ഞ് വണ്ടി ഓടിച്ചതിൻ്റെ ഒരു ഫീലായിരിക്കണം. ഓക്കെ, ട്രാഫിക്കിൽ ഫ്രണ്ടിലോട്ട് പോകണോ? വേണ്ട, ഇവിടെയൊക്കെ നിന്ന് അങ്ങനെ പോയാൽ പോരാ. അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് എടുത്താലോ? പോയി നോക്കാം. എന്തായാലും നമ്മളിവിടെ അല്ലല്ലോ, പോലീസ് വണ്ടിയൊന്നും ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് ആശാൻ്റെ തലഭാഗത്തിൻ്റെ കൂടെ നിൽക്കാം. തലഭാഗത്ത് പോകുമ്പോൾ തലഭാഗത്തിൻ്റെ കൂടെ അങ്ങ് പോകാം. സ്ലോ റൈഡിങ് ബേബി. കാല് കുത്താതെ ബാലൻസ് ചെയ്യാനുള്ള നോക്കുമായിരുന്നു. എങ്ങാനും റൈറ്റ് സൈഡിലേക്ക് വണ്ടി അങ്ങ് പോയിരുന്നെങ്കിൽ ആ സൈഡിൽ കൂടെ വന്ന അൾട്ടിമ നമ്മുടെ കാലും തട്ടിയിട്ടൊരു പോക്കങ്ങ് പോയേനെ. ബാക്കിലുള്ള ആൾ തലഭാഗത്തിൻ്റെ റൈഡർ ഫോണൊക്കെ വിളിച്ച് പോകാൻ തോന്നുന്നു. ആശാൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനീ പറയുന്ന സൗണ്ടെല്ലാം അവൻ കേൾക്കുന്നുണ്ടാവും ചിലപ്പോൾ. ഇതേതാ വണ്ടി? ഫൂസോ, മിത്സുബിഷി ഫൂസോ. ആം ഐ ഡ്രൈവിംഗ് സേഫ്ലി? സ്റ്റിക്കറൊക്കെ പിടിച്ചിട്ടുണ്ട്. പകൽ ഓടിക്കുമ്പോഴാണ് നമുക്ക്. പക്ഷെ 4:30 ഇങ്ങനെ ഓടിക്കാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചിലപ്പോൾ തലയൊന്ന് ചെറുതായിട്ട് തണുക്കുന്നേ ഉള്ളൂ. ലെറ്റ്സ് ഗോ ബോയ്സ്. പക്ഷേ സ്ലോലി നമ്മൾ വെതർ നല്ല വരുന്നുണ്ട്. മെല്ലെ നമുക്കിനി വണ്ടി കൂടുതൽ ഉപയോഗിക്കാം, അതായത് ബൈക്ക് കൂടുതൽ ഉപയോഗിക്കാം. ബൈക്ക് ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ ഫോൺ യൂസ് ചെയ്യുന്നതിൻ്റെ ഫൈൻ വരില്ല. കാരണം ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടുന്ന് നോക്കിയിട്ട് അധികം ട്രാഫിക് ഒന്നും കാണുന്നില്ലല്ലോ. നോർമലി നല്ല തിരക്കുണ്ടാവില്ല ആ സൈഡിൽ. കഴിഞ്ഞ വ്ളോഗിൽ, അത് കഴിഞ്ഞല്ല, ഒരു 2-3 വ്ളോഗ് മുന്നേ ഉള്ള വ്ളോഗിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വിൻഷീൽഡ് ഇനിയെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇന്നലെ നല്ല നനഞ്ഞ തുണിയൊക്കെ എടുത്ത് വിൻഷീൽഡ് ക്ലീൻ ചെയ്തു. ഇന്ന് ക്ലിയർ ഇല്ലേ നോക്കി നിങ്ങൾ. ക്ലിയർ ഉണ്ട്. ട്രാഫിക് തുടങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ 4:30 ഇവിടെയൊക്കെ ട്രാഫിക് നോർമലി ഉണ്ടാവാറുണ്ട്. ട്രാഫിക്കിന് ഇത് എന്ത് പറ്റി? ചിലയിടത്ത് ചാരം. ഇതിൽ എത്ര പേര് ബിഗ് ബോസ് കാണുന്നവരുണ്ട്? ഞാൻ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൻ്റെ ക്ലിപ്പൊക്കെ നോക്കുന്നത്. എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നത് ബിഗ് ബോസിൽ. ഒരു എന്താ പറയുക, ഒരു ചന്ത വൈബ്, മൊത്തത്തിലൊരു ചന്ത വൈബ്. അത് തന്നെ. വെറുതെ ചെറിയ പിള്ളേർ പോലും അതിനേക്കാളും കുറച്ചുകൂടെ
പക്ഷേ അതിൻ്റെ വേറൊരു സൈഡെന്ന് വെച്ചാൽ കുറേ ദിവസം ഒരേ ഒരു സ്ഥലത്ത് പൂട്ടിയിടുമ്പോൾ ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രഷർ തലയിൽ മെല്ലെ നമ്മൾ തന്നെ അറിയാണ്ട് വന്ന് കയറുണ്ടാവും. ഓ ഈ വണ്ടി നോക്കിയ ഷെറ്റ് ഇടിച്ച് പൊളിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് എക്സിറ്റ് 53 ഈ ഒരു എക്സിറ്റ് കഴിഞ്ഞാലായിരിക്കും ട്രാഫിക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ, വണ്ടികൾ നീങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് മെല്ലെ സ്ലോ ആവും തോന്നുന്നു. ആ ഫ്രണ്ടിൽ നിന്ന് സ്ലോ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ നാദിൽ ഷിബയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളത്. റൈറ്റ് സൈഡിൽ വർക്ക 1 ഉം 2 എല്ലാം റൈറ്റ് സൈഡിൽ തന്നെയല്ലേ. വർക്ക റൈറ്റ് സൈഡിലുണ്ട്, അതെനിക്കറിയാം. റൈറ്റ് സൈഡിൽ വർക്ക, ലെഫ്റ്റ് സൈഡിൽ നാദിൽ ഷിബ. അതെ ഇവിടുന്ന് ട്രാഫിക് തുടങ്ങി വരുന്നു. അപ്പോൾ ഇനി മെല്ലെ നൈസായിട്ട് നമ്മൾ ഇടയിൽ കൂടെ കയറ്റി നമ്മുടെ ട്രാഫിക് റൈഡിങ് നമ്മൾ തുടങ്ങുകയാണ്. ഐശ്വര്യമായി നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ ട്രാഫിക് റൈഡിങ്. സ്വിഫ്റ്റിന് റൈറ്റ് പോകണം. അപ്പോൾ നമ്മൾ ഇത് പിടിക്കാം. മക്കളെ ഒരു വഴി തരൂ പ്ലീസ് പ്ലീസ്. നമ്മൾ ഈ അറബികൾ വരുന്നത് പ്ലീസ്. കമോൺ ലെറ്റ്സ് ഗോ. ഇയാൾക്ക് റൈറ്റ് വരണം, പക്ഷെ നമുക്ക് ലെഫ്റ്റ് പോകണം. ഓക്കെ സ്വിഫ്റ്റ് മാറി തന്നു. നമുക്ക് നല്ല നൈസായിട്ട് ലെഫ്റ്റ് എടുക്കാം. സോറി, ഈ ഗ്യാപ്പിൽ കൂടെ പിടിച്ച് ഇങ്ങോട്ട് കയറാം. താങ്ക് യു. അത് കണ്ടോ വർക്ക ഫസ്റ്റ്. ഇവിടെ ഒരു പുതിയ എക്സിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ വർക്കയിലോട്ട്. ദാറ്റ്സ് എ ഗുഡ് വൺ. ഈ പമ്പിൻ്റെ തൊട്ട് മുന്നേ ഞാൻ 2 പ്രാവശ്യം പമ്പിലോട്ടുള്ള വഴിയാന്ന് വിചാരിച്ച് ആ തെറ്റായ വഴിയെടുത്ത് മുങ്ങി. അങ്ങനെ എനിക്ക് കറങ്ങി വരേണ്ടി വന്നു. എൻ്റെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ചൂട് എടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഹെൽമെറ്റ് തുറന്നിട്ടാൽ മൊത്തത്തിൽ ഈ പുകയെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് കയറും. അപ്പോൾ പിന്നെ അത് നടക്കില്ല. ദാറ്റ്സ് എ ബാഡ് ഐഡിയ. ഈ ലോറി ഒരു ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയാൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ മെല്ലെ ലെഫ്റ്റ് പിടിച്ചാൽ മതിയായിരുന്നു അല്ലേ. No, we got this. There we go. Okay. Here we go. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തിൻ്റെ ഒരു ഇതിലങ്ങനെ വൈബിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇയാൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ട്രക്ക് ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ ഫോർച്യൂണർ ഉണ്ട്. അയാൾ ചിലപ്പോൾ ചെറുതായിട്ട് സൈഡാക്കി തന്നു. ഒരു ചെറിയ സൈഡും കൂടെ കിട്ടുവാണെങ്കിൽ ഈ ഇടിച്ച് പൊളിച്ച ടൊയോട്ടയുടെ പുറകിലൂടെ പിടിച്ചേക്കാം. ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രെയിലറുണ്ട്. GWM ടാങ്ക്. ഇതാണോ മറ്റേ ഇതിൻ്റെ ഡിഫൻഡറിൻ്റെ ടാങ്കിൻ്റെ ഡിഫൻഡറിൻ്റെ കോപ്പി? ഇതെല്ലാം തോന്നുന്നു. ആരാ ഫോൺ അടിക്കുന്നത് ഈ ട്രാഫിക്കിൽ? ഈ ടൊയോട്ടയുടെ ബാക്കിൽ ആരോ കൊണ്ട് കയറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ ബാക്കിലുള്ളവൻ്റെ കയ്യിലിരിപ്പ് ആയിരുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലിടാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ്. അപ്പോൾ രണ്ടാമത്തെ ചാൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്, അയാളെങ്ങാനും ബ്രേക്ക് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് മെല്ലെ നൈസായിട്ട് നമുക്ക് സൈഡിൽ കൂടെ പിടിക്കാം. ഓക്കെ, അപ്പോൾ ആ പ്രശ്നം തീർന്നു. ആ മാറിന് പോയി. നെക്സ്റ്റ് അടുത്തത് ഈ ലെക്സസ് LS 430. അറബികളുടെ അബുദാബി അറബികളുടെ വണ്ടി. LS 430 ഇഷ്ടം പോലെ. പക്ഷെ ഭയങ്കര കംഫർട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് LS 430. മറ്റേ S ക്ലാസിൻ്റെ ഇക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. അത് പണ്ടത്തെ കാലത്തെ പഴയ മോഡൽ LS 430. പക്ഷേ LS 430ക്ക് ഭയങ്കര ഫാൻ ഫോളോയിങ് ഉണ്ട്. ഇത് എന്താ ഇവിടെ നിന്ന് പോയോ? ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. കമോൺ, ഗ്യാപ്പ് പിടിച്ചാലോ. താങ്ക് യു ബാസ്. ഓക്കെ, ഇവിടെ എത്തി. ഇതേ ദൂരെ നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ മെർഡിഫ് സിറ്റി സെൻറ്റർ. നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. നമ്മുടെ ഫ്രണ്ടിൽ ലെക്സസ് IS 250 ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ MGയുടെ ബ്ലൂ വണ്ടി. ഈ ബ്ലൂ വണ്ടി കുറേ ഇറങ്ങിയിട്ടുണ്ട് MGയുടെ. നമ്മൾ നേരെ പിടിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് 3 ബൈക്കുകാരുണ്ട്. ഒരു തലാബാത്ത് ഫലാഫിൽ അൽ അറാബിയ അൽ ഖദ്ര, അവരുടെ 2 വണ്ടികൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡ് പിടിച്ച് പോയി കഴിഞ്ഞാൽ മിക്കവാറും യെസ് ഇവന്മാരെ ബാക്ക് പിടിക്കാം. നമ്മുടെ വഴികാട്ടികളാണ്. നമ്മൾ 4ാമത്തെ വണ്ടിയാണ് വരിയുടെ. ഇത്ര ഹോൺ അടിക്കുന്നത്? ചിൽ ഹബീബി. വൈകുന്നേരം എല്ലാവരും ജോലി കഴിഞ്ഞ് സമാധാനത്തിന് വീട്ടിൽ പോകും. അതിൻ്റെ ഇടയിൽ കൂടി എന്താ പറയുക, ഇങ്ങനെ ഹോൺ അടിച്ച് വെറുപ്പിക്കല്ലേ. എല്ലാവരും നല്ല മൂടി തന്നെ വീട്ടിലെത്തട്ടെ. അടുത്തത് ബാക്കിൽ ആരാ? ചിലവർക്ക് ഈ ഹോൺ അടിക്കുക പറഞ്ഞാൽ ഒരു ഹര, ഒരു ഹൈ ആണെന്ന് തോന്നുന്നു. ഞാൻ ആരാണെന്ന് കാണിക്കാൻ. ജഗഞ്ച എത്തിപ്പോയി. കണ്ടോ ട്രാഫിക് ലെഫ്റ്റ് സൈഡിൽ? അയ്യോ, ഈ സമയത്തൊക്കെ ഷാർജയ്ക്ക് പോകണമെങ്കിൽ എന്തായാലും ബൈക്ക് ഉണ്ടായാൽ വളരെ ഉപകാരമായിരിക്കും. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബൈക്കിൽ നമുക്ക് ലഗേജും കാര്യങ്ങളും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. ബൈക്ക് നോർമലി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ലേ മെർഡിഫിൽ ബൈക്കും കൊണ്ട്?
ഒന്നുണ്ട് എൻ്റെ ഓർമ്മയിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു താഴെ P2ലാണ് നിർത്തിയുള്ളത്. നോർമലി ഞാൻ എപ്പോൾ മെർഡിഫിൽ വന്നാലും എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് റൂഫിൽ പാർക്ക് ചെയ്യുന്നത്, ഏറ്റവും മേലെ. ഇന്ന് തൊട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ, കാരണം താഴെ അധികം ബിസി ആവാതെ അവർ മേലെ ഓപ്പൺ ചെയ്യാറില്ല, മേലേക്കുള്ള ആ റാമ്പ്. അപ്പോൾ നമുക്കിപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ മെർഡിഫ് സിറ്റി സെൻറ്റർ എത്തിയിരിക്കുന്നു. അപ്പർ ലെവൽസ്. അപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയിട്ട് നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞ് പിന്നെ ഒരു റാമ്പ് കയറാണ്ട്, ആ റാമ്പും കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് മേലെ എത്താം. ടെസ്ല. ഓക്കെ, ഇനി വിൻഷീൽഡ് തുറക്കാം. ആഹാ, ടെസ്ല സത്യത്തിൽ അന്നാരോ പറഞ്ഞു ടെസ്ല എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഫ്രിഡ്ജാണ്, സഞ്ചരിക്കുന്ന ഫ്രിഡ്ജാണ്. എല്ലാവരും ആ ലൈൻ പിടിച്ച് പോകുന്നു. ഈ ഒരു ലൈൻ എനിക്ക് ഫ്രീ ആക്കി തന്നാണോ അതോ അറിയാണ്ട് ആ ലൈൻ പിടിച്ച് പോയതാണോ? മേലേക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ അതേ നമ്മളിവിടെ എത്തി. ഇനി നമ്മളൊരു പാർക്കിംഗ് കണ്ടുപിടിച്ച് നേരെ അങ്ങോട്ട് പിടിക്കാം. നമുക്ക് ഇതൊന്ന് റോങ് വേ പിടിക്കണം, കാരണം അപ്പുറത്തെ ലൈന് പിടിക്കണം നമുക്ക്. അപ്പോൾ ഗൈസ് നേരെ ഇവിടെ എത്തി. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് ഐ വിൽ സീ യു ഗൈസ് ഇൻ എ ബിറ്റ്. അപ്പോൾ നമ്മുടെ മെർഡിഫ് സിറ്റി സെൻറ്റർ പരിപാടികൾ കഴിഞ്ഞു. കാർഫോറിലൊക്കെ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി. കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ഈത്തപ്പഴം വാങ്ങി. ഈത്തപ്പഴം നമ്മുടെ മറ്റേ എന്താ പറയുക, ഒരു അലിഞ്ഞ ഈത്തപ്പഴം ഉണ്ടല്ലോ, പക്ഷേ അതായത് കറുത്ത കളറല്ലാതെ വേറൊരു വളരെ ലൈറ്റ് കളർ സാധനം. അപ്പോൾ അത് വാങ്ങി. പിന്നെന്താ വാങ്ങിയത്? പിന്നെ കുറച്ച് മത്തൻകുരു വാങ്ങി. മത്തൻകുരു കഴിച്ചാൽ എന്താ പറയുക പ്രായം കുറയും എന്ന് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു ഞാൻ. അപ്പോൾ പിന്നെ പ്രായം കുറപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് വെച്ചു. അപ്പോൾ പിന്നെ മത്തൻകുരുവും വാങ്ങി. അപ്പോൾ വേറെ ഇപ്പം എന്താ, അതൊക്കെ തന്നെ വാങ്ങി, വേറെ ഒന്നും കാര്യമായിട്ട് വാങ്ങിയില്ല. അപ്പോൾ അത് തീർത്തു. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട്. ബാഗ് ഓപ്പൺ അല്ല സെറ്റ്. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലോട്ട് വിടാം. ലെറ്റ്സ് ഗോ. ഇവിടെ സ്ലിപ്പാ വന്നാൽ മതി, കാരണം നമ്മൾ ബോക്സ് ഒന്നും എടുത്തിട്ടില്ല. കവറാണെങ്കിൽ നമ്മളിങ്ങനെ മടിയിൽ വെച്ചിരിക്കുക. എണീറ്റൊന്ന് വണ്ടി ഓടിച്ചാൽ ചിലപ്പോൾ കവർ താഴെ വിടും. അപ്പോൾ ഈ ഒരു വൈബിൽ അങ്ങനെ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ നേരെ ബാക്ക് ടു ഹോം. ഓ, പ്രാവൊക്കെ പോകുന്നത് മോളിൻ്റെ ഉള്ളിൽ കൂടെ. ഓൾ എക്സിറ്റ്സ് ഇങ്ങോട്ട്. അപ്പോൾ ഈ വഴി പിടിക്കാം. ഇനിയിപ്പോൾ നമ്മൾ പോകുമ്പോൾ ട്രാഫിക് നേരെ ഓപ്പോസിറ്റ് സൈഡിലാവും, അപ്പോൾ ഇതിന് വലിയ പ്രശ്നമില്ല. ഇന്ന് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പറ്റില്ലല്ലേ, ഞാൻ നോർമലി പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഇനി നമ്മൾ ഇറങ്ങും എന്തായാലും. ഇനി വിൻ്റർ അല്ലേ, ഇനി സ്ഥിരം ബൈക്കും കൊണ്ടായിരിക്കും. ഹോണ്ട അക്കോർഡ് നല്ല വണ്ടിയാണ്. ഈ ബിൽഡിങ്ങുകളൊക്കെ കൊള്ളാം. ഇത് മറ്റ് ബിൽഡിംഗ് അല്ലേ? അല്ല അതല്ല. നമ്മളന്ന് ഇൻ്റർനാഷണൽ സിറ്റിയുടെ ബാക്കിൽ നല്ല രസമുള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞ ബിൽഡിംഗാണെന്ന് വിചാരിച്ചു. പക്ഷേ കാരണം കൊള്ളാം, ബിൽഡിങ്ങുകൾ നല്ല രസമുണ്ട് കാണാൻ. ബോട്ടൈങ്. ഓ, ട്രാഫിക്ക് നോക്കി അപ്പുറത്ത്. എൻ്റെ അമ്മേ, മെല്ലെ നീങ്ങുക. അത് ടുവാർഡ്സ് ഷാർജയാണ്. നമുക്ക് പോകേണ്ട നേരെ ഓപ്പോസിറ്റ്. നമുക്ക് വലിയ ബുദ്ധിമുട്ട്. പക്ഷേ എന്നാലും അങ്ങോട്ടും വണ്ടികളുണ്ട് കേട്ടോ അത്യാവശ്യം. ട്രാഫിക്ക് തിരക്കില്ലെന്ന് പറയാൻ പറ്റില്ല, തിരക്കുണ്ട്, പക്ഷേ വണ്ടികൾ മൂവ് ചെയ്യുന്നുണ്ട്. എനിക്ക് വണ്ടി ഇതില്ലാത്തതിന് ഓടിക്കാൻ ഇഷ്ടം കേട്ടോ. ഇറ്റ്സ് വെരിഫൈഡ്, ഇറ്റ്സ് കൺഫേംഡ്. ബോക്സ് ഇല്ലാതെ ഓടിക്കാൻ തന്നെയാണ് വണ്ടി രസം. കാണാനൊരു രസം, ഓടിക്കുന്ന ഫീലും എല്ലാം മൊത്തത്തിൽ. ഫീല് വലിയ വ്യത്യാസമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഫീൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കൊള്ളാം. ഓ, ട്രാഫിക് നോക്കിയേ, എൻ്റെ അമ്മേ. ഇത് യൂഷ്വലാണ്, ഇത് പുതിയതൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. വിൻഷീൽഡ് അടച്ചേക്കാം. പക്ഷെ എന്നാലല്ലേ എത്ര നേരം കുറേ പേര് ഇവിടെ ക്യൂ നിന്ന് അങ്ങോട്ട് എത്തണം. ദുബായ് ഷാർജ ട്രാഫിക്. രാവിലെ ഈ ട്രാഫിക് ഇങ്ങോട്ടും, വൈകുന്നേരം ഈ ട്രാഫിക് അങ്ങോട്ടും. ചിലർ 1 മണിക്കൂറൊക്കെ റോട്ടിൽ നിന്നിട്ടോ. ഞാനും പണ്ട് 1 മണിക്കൂറൊക്കെ നിന്നിട്ടുണ്ട് റോട്ടിൽ. കാരണം ഞാൻ പണ്ട് അജ്മാനിലായിരുന്നു താമസം, എമിറേറ്റ് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവിടെ ആയിരുന്ന സമയത്ത് ഇതായിരുന്നു അവസ്ഥ. ഈ സമയത്തൊക്കെയാണ് ഞാൻ തിരിച്ചു പോകുന്നതുണ്ടെങ്കിൽ എങ്ങനെ ഒരു 1 hour ഞാൻ ഇതുപോലെ റോട്ടിൽ അങ്ങനെ കെട്ടിക്കിടക്കേണ്ടി വരും. ഇന്നെന്താ അങ്ങോട്ടും ട്രാഫിക് ഉണ്ടല്ലോ ചെറുതായിട്ട്. ട്രാഫിക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ചെറിയൊരു തിരക്ക്. നിറയെ വണ്ടികൾ, അതാണ് തിരക്കല്ല, നിറയെ വണ്ടികൾ. ഡുബസിൽ ഗ്രൂപ്പ് UAE IPO. ഡുബസിൽ IPO. നിങ്ങൾ ആരെങ്കിലും ഷെയറുകൾ വല്ലതും ഇൻവെസ്റ്റ് ചെയ്തോ? നമ്മുടെ സാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അഡ്നോക്ക് വന്നു തോന്നുന്നു, അങ്ങനെ ഏതൊക്കെയോ കുറേ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡുബസിൽ IPO. കുറച്ച് ഷെയർസ് വാങ്ങിയിട്ടാലേ എപ്പോഴെങ്കിലൊക്കെ ഈ സാധനം വലുതായി പോയി പൊളിക്കും. ഡുബസിൽ ആമസോൺ വാങ്ങിയെന്നാവോ, അങ്ങനെ എന്തോ ഒരു അശരീരി ആരോ പറഞ്ഞു കേട്ടോ, ഉള്ളതാണോ എന്നറിയില്ല. ഓട്ടോ മാർക്കറ്റ് അപ്പുറത്ത്. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ റൈഡ് പോയപ്പോഴും ശ്രദ്ധിച്ചൊരു വണ്ടി. മെയ്ജ്, ഡോങ്ഫെങ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മെയ്ജ് എന്ന് പറയുന്ന വണ്ടി. നമുക്ക് ലെഫ്റ്റ് ലൈൻ പിടിച്ചാലോ? ലെഫ്റ്റ് ലൈൻ പിടിച്ചേക്കാം. നല്ല കാലാവസ്ഥ, നല്ല റൈഡ്, വൈബേഷ്. ഓ, എക്സിറ്റിൻ്റെ ഇവിടെ തിരക്കാണല്ലോ.
കം ഓൺ മാൻ. ഓ, ഇത് അങ്ങോട്ടുള്ള തിരക്കാണെന്ന് തോന്നുന്നു. ഇത് വൈകുന്നേര തിരക്കായിരിക്കണം. ഏതാ വണ്ടി മുഴങ്ങിപ്പോയത്? ഓ, മസ്റ്റാങ്ങാണ്. നമുക്ക് നേരെ റൈറ്റ് സൈഡ് പിടിച്ച് പോയിട്ട് അവിടെ നിന്ന് കുത്തിക്കയറ്റിയല്ലോ. ഈ ബാക്കിലുള്ള ഈ വണ്ടി പൊക്കോട്ടെ. എന്നിട്ട് നമുക്ക് ഈ ലൈൻ അങ്ങ് പിടിച്ച് നേരെ പോയിട്ട് അവിടെ കുത്തിക്കയറ്റാം. എന്തിനാ അയാൾ ലൈറ്റ് ഇട്ട് കാണിക്കുന്നത്? ആ ടാക്സിക്കാരൻ അയാളെ ഫ്രണ്ടിൽ കൊണ്ടുപോയി കയറ്റണമായിരുന്നു സത്യം പറഞ്ഞാൽ. ടാക്സിക്കാരൻ്റെ കറക്റ്റ് ഫ്രണ്ടിൽ കൊണ്ടുപോയി കയറ്റണം. ലെറ്റ്സ് ഗോ. എമർജൻസി ലൈനൊക്കെയാണ്. പോലീസ് ഇവിടെ ഉണ്ടെങ്കിൽ ചാങ്കോ പെട്ടു എന്ന് പറയേണ്ടി വരും. പൊക്കോ. ഓ, ബാക്കിൽ മറ്റേ ലോറി. എൻ്റെ അമ്മേ, എങ്ങോട്ടാണ് ഇയാൾ സ്പീഡിൽ വരുന്നത്? ഞാൻ ആ ലോറിയുടെ വരവ് കണ്ടപ്പോൾ നേരെ കൊണ്ടുവന്ന് എൻ്റെ മേലിലോട്ട് കയറി വിചാരിച്ചു. നിസാൻ പാത്ത് ഫൈൻഡർ. പണ്ട് ഇതിൻ്റെ ഒരു ബോക്സി ഷേപ്പ് ഉണ്ടായിരുന്നു ഈ വണ്ടി. എനിക്ക് അതുണ്ടായിരുന്ന ആ സമയത്ത് അത് വാങ്ങാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതായത് പണ്ടത്തെ മറ്റേ ഈ വി ടി സി നമ്മുടെ പാട്രോളില്ലേ, സഫാരി, ഏകദേശം അതിന് പോലെ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു ബോക്സി ആണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ പാട്രോളും മറ്റൊന്ന് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഈ പാത്ത് ഫൈൻഡറിൻ്റെ ഒരു ബോക്സി വെർഷൻ ഉണ്ടായിരുന്നു. രസമായിരുന്നു അത്. ഇവിടെയും ട്രാഫിക് ഉണ്ട്. പക്ഷേ നമ്മൾ രക്ഷപ്പെടും. നമ്മൾ അതിബുദ്ധിപരമായി നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടും. ആർക്കോ ഇത് കിട്ടിയല്ലോ, ക്യാമറ കിട്ടിയല്ലോ. നമുക്കല്ല, ഒരു ഫ്ലാഷ് ആർക്കോ വന്നു. ഇതാണ് പുതിയ ആപ്പ് കേട്ടോ, കീറ്റ ഡൗൺലോഡ് ചെയ്തോളൂ. പക്ഷേ ഡെലിവറി ഫ്രീ ആണെന്ന് ആരും എൻ്റെ അടുത്ത് വെറുതെ പറഞ്ഞാൽ തോന്നുന്നു. എന്നെ ട്രോൾ ചെയ്താന്ന് തോന്നുന്നു. ഡെലിവറി ഒന്നും ഫ്രീ ഇല്ല. സൈഡ് പിടിച്ചാലോ? സൈഡ് പിടിച്ച് ഒരു പിടുത്തങ്ങ് പിടിച്ചാൽ മെല്ലങ്ങ് പിടിച്ചേക്കാം, ബാക്കി നോക്കാം. ബസ്സുകാരാ, താങ്ക് യു. ഓ, സൈഡത്തെ ചെടി ചെറുതായിട്ടൊന്ന് ഹാൻഡിൽ തട്ടി. പക്ഷേ കുഴപ്പമില്ല. വി ക്യാൻ ഹാൻഡിൽ ഇറ്റ്. ദ ഹാൻഡിൽ ബാർ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. വി മെയ്ഡ് ഇറ്റ് ഹബീബി. ഓ, ഇതും ഇങ്ങോട്ടാണോ? ലെറ്റ്സ് ഗോ. ഇനി ഇതിൽ പിടിക്കാം. ഇനി സൈഡ് പിടിക്കണ്ട. ഇനി ആ റോട്ടിൽ കയറിയിട്ട് വേണമെങ്കിൽ സൈഡ് പിടിക്കാം. അല്ലെങ്കിൽ ഒന്ന് സൈഡ് പിടിക്കാം. ബട്ട് വൈ നോട്ട്? സോറി അബൌട്ട് ദാറ്റ്. സോറി. താങ്ക് യു. പെട്രോൾ മാറി തരൂ. എല്ലാവരും ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ അങ്ങോട്ട്. മസ്ഡ, താങ്ക് യു. ഈ വാനുകാരൻ ഗ്യാപ്പ് തരില്ല എന്ന വാശിയിലോടെ, പക്ഷെ നമ്മളങ്ങെടുക്കും. ലെറ്റ്സ് ഗോ. There we go. നീ ഇയാൾ പോയിക്കോട്ടെ. ഇയാൾ ബാക്കി പിടിക്കാം. ഗീലിയാണോ ജീലിയാണോ എന്നറിയില്ല. എന്തായാലും അയാൾ അങ്ങോട്ട് എടുക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. നമ്മൾ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഗ്യാപ്പ് പിടിച്ചാലോ? വേണം. ഇവിടെ പിടിച്ചു. ഇറ്റ്സ് ടു ലേറ്റ് ടു ചേഞ്ച്. ലെറ്റ്സ് ഗോ. അവിടെ ചെറുതായിട്ടൊരു കല്ലി കയറി രക്ഷപ്പെട്ടു. ഓക്കെ, ലെറ്റ്സ് ഗോ. നെക്സ്റ്റ് മിഷൻ ഫിൽറ്ററിങ്. എത്തി മക്കളെ, നമ്മളിവിടെ എത്തി. ഒന്ന് മാറി തന്നാൽ ഞാനങ്ങോട്ട് ലെഫ്റ്റ് പിടിച്ചാൽ റിസ്ക്കിയാണ്. കാരണം എങ്ങാനും അതിൻ്റെ സൈഡിലോട്ട് താഴോട്ട് ഇറങ്ങിയാലേ വണ്ടി കൺട്രോൾ പോവും. അങ്ങേരാ സൈഡ്. അയ്യോ, അതൊക്കെ കാല് കുത്താനും കൂടെ പറ്റില്ല അവിടെ. എൻ്റെ പള്ളി, ഭയങ്കരൻ. നമ്മൾ വലിയ ആഫ്രിക്ക ടിന്നാണോ, ഓഫ് റോഡാണോ, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. ആശ നമ്മളെക്കാളും പുലിയാണ്. ഓ, കാല് താഴെ കുത്തിയപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മുടെ മടിയിലൊരു കവർ ഇരിപ്പുണ്ടല്ലോ. രണ്ട് കാലിൻ്റെയും ഒരു സപ്പോർട്ടറാണ് കവർ മടിയിലിരിക്കുന്നത്. ഇയാൾ ഫോണിലാണ്. ഇയാളെ വിശ്വസിച്ച് നമുക്ക് ഇയാളെ സൈഡിൽ കൂടെ എടുക്കാൻ പറ്റില്ല. ധൈര്യം പോരാ. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ്. വി ഡിഡ് ഇറ്റ്. എടാ, അപ്പുറത്ത് കൂടെ ബൈക്ക് വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യണമല്ലോ. ഓഫ് റോഡാണ്. അവന്മാരെല്ലാവരും ഓഫ് റോഡാണ് വരുന്നത്. നമുക്ക് ആ ഓഫ് റോഡ് പിടിക്കണം. ഒരു കൊച്ചു പയ്യൻ നോക്കി അഡ്മയർ ചെയ്യുന്നു. അവൻ ഭാവിയിലെ ബൈക്കറാണ്. കൊച്ചു പിള്ളേർ മൊത്തം ഭാവിയിലെ ബൈക്കേഴ്സാണ്. ഇപ്പം തന്നെ രണ്ടിൻ്റെ ഹാൻഡിൽ ബാർ കൂടെ തട്ടി തരികിടായിട്ട് താഴെ കിടന്നേനെ ഞാനും അയാളും കൂടെ.
പക്ഷേ ഈ പോക്ക് എനിക്ക് തോന്നുന്നു ക്രൂസർ നല്ല നമ്മുടെ എന്താ പറയുക ഹാർലി ഇന്ത്യൻ മോട്ടോർ സൈക്കിളൊക്കെ നല്ല വെയിറ്റുള്ള വണ്ടികളാണെങ്കിൽ ഇങ്ങനെ പോകുന്ന പോലെ കുറച്ചുകൂടെ ഒരു റിസ്കി ആയിരിക്കും ഫിൽട്ടർ ചെയ്യാൻ, ഗ്യാപ്പിൽ കൂടെ കയറ്റാം. കാരണം എങ്ങാനും ഒന്ന് ചെരിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പിടിച്ചാൽ കിട്ടിക്കൊള്ളുന്നില്ല, നിലത്തവിടെ വെക്കുക വഴിയുള്ളൂ. ഇതാകുമ്പോൾ പിന്നെ ഒരു മയമുണ്ട് ആ കാര്യത്തിൽ. നമ്മുടെ ഫുഡ് പാന് തുറന്നോ നോക്കട്ടെ കേട്ടോ. ഫുഡ് പാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷവർമയായിരുന്നു ഇവിടെ ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് തുറക്കണമെങ്കിൽ അത് പുതിയ മാനേജ്മെൻ്റ് ആണെന്ന് തോന്നുന്നു തുറക്കുന്നത്. പക്ഷേ ഫുഡ് പാനിന് പേരും കാണുന്നു ഇപ്പോൾ ഇല്ല, ഇപ്പോഴും വർക്ക് കിടന്നുകൊണ്ടിരിക്കുക കേട്ടോ. തുറന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഹോം സ്വീറ്റ് ഹോം. അയ്യോ, നമ്മുടെ വാഷിങ്ങിൻ്റെ ആൾക്ക് കാശ് കൊടുത്തിട്ടില്ലല്ലോ. എളുപ്പം കാശ് വയ്ക്കുമല്ലോ. പേയ്മെൻറ്റുകൾ മൊത്തം പെൻഡിങ് കട്ടപ്പുറത്താണ്. വെയിറ്റ് ഇയാളോടൊന്ന് പറയട്ടെ. ക്യാരേ ഭായ്, അയാളത്ര ഹാപ്പി ഒന്നുമില്ല. എന്ത് ചെയ്യാം, കഷ്ടപ്പാടാണോ. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഷിറ്റ്. ഇതേ നമ്മുടെ പടക്കുതിര അൾട്ടിമ. അതൊക്കെ അപ്പോൾ അവിടെ ഫാമിലി ഉണ്ടായതുകൊണ്ട് നമ്മൾ ഔട്ട്രോ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തില്ല. കാരണം അവർ റെക്കോർഡ് ചെയ്യണ്ടല്ലോ. പക്ഷെ ചെക്കൻ നല്ല വൈബായിരുന്നു കേട്ടോ. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നല്ല സെല്യൂട്ടൊക്കെ തന്ന് വിട്ടു. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.